ഹായ് കൂട്ടുകാരെ, 2ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ നിങ്ങൾക്ക് നടക്കാനുള്ളത് ഇൻ്റഗ്രേഷൻ ഡേ 3 ആണല്ലേ. ഡേ 1 കഴിഞ്ഞു, ഡേ 2 കഴിഞ്ഞു, ഇനി ഡേ 3 ആണ്. അപ്പോൾ ഡേ 3ലെ കഴിഞ്ഞതിന് മുന്നത്തെ വർഷം 2022-23 വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് എന്ന് നോക്കാം. 11ാമത്തെ പ്രവർത്തനം മുതലാണ് നല്ല ശീലങ്ങൾ. അരിയും പയറും പച്ചക്കറിയും പാലും പഴവും മുട്ടയും എല്ലാം നമ്മൾക്ക് ആവശ്യം. നന്നായി വളരാനെന്നും അല്ലേ. നമുക്ക് നന്നായി വളരണമെങ്കിൽ അരി വേണം, പയറ് വേണം, പച്ചക്കറി വേണം, പാല് വേണം, മുട്ട വേണം, പഴം വേണം. എല്ലാം കഴിച്ചാൽ നമ്മൾ എന്താവും? ഭയങ്കര സ്ട്രോങ് ആവും അല്ലേ. അപ്പോഴാണ് നമുക്ക് നല്ല ഹെൽത്തി ഉണ്ടാവുക. അപ്പോൾ എല്ലാം കഴിച്ചാലാണ് നമുക്ക് നന്നായി വളരാൻ കഴിയുക എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണം മാത്രം പോരാ, വേറെന്തും കൂടെ വേണം? നല്ല ആരോഗ്യശീലങ്ങളും പാലിക്കണം. നല്ല ആരോഗ്യശീലങ്ങൾക്ക് നേരെ ഇതേപോലെ സ്മൈലി വരയ്ക്കാനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നല്ല ആരോഗ്യശീലങ്ങൾ എന്ന്. ഓക്കെ, ഒന്നാമത്തേത് തുറന്നു വെച്ച ആഹാരം കഴിക്കാറില്ല. അതെന്താണ്? നല്ലതാണോ? നല്ലതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതേപോലെ കൂട്ടുകാർ വരച്ചു കൊടുക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് വരക്കാൻ അറിയുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ടീച്ചർക്ക് അത്രയും വരക്കാൻ അറിയില്ല. അപ്പോൾ കൂട്ടുകാർ നന്നായിട്ട് തന്നെ വരക്കുക കേട്ടോ. നഖങ്ങൾ നീട്ടി വളർത്തും. അത് നല്ലതാണോ? അല്ല, അത് ചീത്ത കാര്യമാണ്. ഇനി ആഹാരത്തിന് മുമ്പും ശേഷവും കൈ കഴുകും. അതെന്താണ്? നല്ല കാര്യമാണ്. അപ്പോൾ അതേപോലെ വരച്ചു കൊടുക്കുക. ഇനി തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കൂ. അതെന്താണ്? നല്ല ശീലമാണ്. ഇനി അടുത്തത് നോക്കൂ. എന്നും കുളിക്കാറില്ല. എന്നും കുളിക്കാത്തത് നല്ലതാണോ? അല്ല, ചീത്ത കാര്യമാണ്. അപ്പോൾ നമുക്കിത് വരക്കാൻ പറ്റുമോ? ഇല്ല, വരക്കാൻ പറ്റില്ല. എന്നും കുളിക്കാറില്ല എന്നത് നല്ല ശീലമല്ല. വൃത്തിയുള്ള വസ്ത്രം ധരിക്കും. അത് നല്ല ശീലമാണ്. അപ്പോൾ അതിന് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇനി പഴകിയ ആഹാരം കഴിക്കും. അത് നല്ലതാണോ? അല്ല. 2 നേരം പല്ല് തേക്കും. അത് നല്ല ശീലമാണ്. അപ്പോൾ ഇത്രയുമാണ് കൂട്ടുകാരെ ഇതിലെ നല്ല ശീലം എന്ന് പറയുന്നത്. 1, 2, 3, 4, 5 നല്ല ശീലങ്ങളുണ്ട്. എല്ലാ കൂട്ടുകാരും നല്ല ശീലങ്ങൾ ശീലിപ്പിക്കണം കേട്ടോ. നല്ല ശീലങ്ങളോടെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ലെറ്റ്സ് ഫൈൻഡ് ദ സം. ലുക്ക് അറ്റ് നോട്ട്സ് ആൻഡ് കോയിൻസ് വിത്ത് റഹീം ആൻഡ് മിനി. റഹീമിൻ്റെയും മിനിയുടെയും കോയിൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതൊന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? ഇവിടെ റഹീമിൻ്റെ കയ്യിൽ 3 ടെന്നിൻ്റെ നോട്ടുണ്ട്. 3 ടെന്ന് എന്ന് പറയുമ്പോൾ എത്രയായി? 30 ആയി അല്ലേ. അതുപോലെ എത്ര 1ൻ്റെ കോയിൻ ഉണ്ട്? 1, 2, 3, 4, 5. 5 എണ്ണമായി. അപ്പോൾ 30 + 5 എന്ന് പറയുന്നത് എത്രയാണ് കൂട്ടുകാരെ? 35, 35. ഓക്കെ. ദെൻ മിനിയുടെ കയ്യിൽ 2 10ആണുള്ളത്. 2 10 എന്ന് പറഞ്ഞാൽ 20 രൂപ. ഇനി കോയിന് 1, 2, 3 3 എണ്ണമാണുള്ളത്. അപ്പോൾ 20 + 3 23, 23. ദെൻ വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് മണി വിത്ത് റഹീം ആൻഡ് മിനി? ഇവരുടെ 2 പേരിലും ഉള്ള ടോട്ടൽ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളിത് രണ്ടും കൂടെ പ്ലസ് ചെയ്യണം. 35 + 23 എത്ര? എങ്ങനെ ചെയ്യാം? 5ഉം 3ഉം എത്രയാ? 6, 7, 8 അല്ലേ. 8 ആയി. ഇനി 2ഉം 3ഉം എത്രയായി? 2ഉം 3ഉം 5 ആയി. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 58, 58. ഓക്കെ. ദെൻ ഫൈൻഡ് ദ സം. ഇവിടെ കുറച്ച് കാൽക്കുലേഷൻ തന്നിട്ടുണ്ട്. ഇതിൻ്റെ സമ്മ് ടോട്ടൽ കണ്ടുപിടിക്കണം. ഇവിടെ നോക്കൂ. 4ഉം 2 എത്രയാണ്? 4ഉം 2ഉം 6. ഇനി 2ഉം 1 3. അപ്പോൾ 36 എന്ന് ഉത്തരം കിട്ടും. ഇനി 43 + 26 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുക അല്ലേ. ഈ സൈഡിൽ നിന്ന് 3ഉം 6ഉം എത്രയാ? 6 കഴിഞ്ഞ് 7, 8, 9. 9 കിട്ടി. ഇനി 4ഉം 2, 4 കഴിഞ്ഞ് 5, 6. 6 കിട്ടി. അപ്പോൾ ഉത്തരം 69. ഓക്കെ, വളരെ ഈസി ആണല്ലേ. ഇനി അടുത്തത് നോക്കൂ. അടുത്തത് കഥ പൂർത്തിയാക്കാം എന്നുള്ളതാണ്. കാക്കച്ചി പെണ്ണ് മുട്ടയിട്ടു. കോലൻ പാമ്പ് അതറിഞ്ഞു. കാക്കച്ചി ഇര തേടി പോയ നേരം പാമ്പ് മരത്തിലേക്ക് ഇഴഞ്ഞു കയറി. കുഞ്ഞിക്കിളി അത് കണ്ടു. അവൾ പാമ്പിനെ ഓടിക്കാൻ ശ്രമിച്ചു. പാമ്പ് കുഞ്ഞിക്കിളിയെ പേടിപ്പിച്ചു. പിന്നീട് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും? കൂട്ടുകാരോട് ഈ കഥ പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം. അപ്പോൾ കൂട്ടുകാർക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ. ഇനി അടുത്തത് നോക്കൂ. അതുപോലെ തന്നെ ഈ കഥക്ക് അനുയോജ്യമായ പേര് നൽകാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? കാക്കച്ചിപ്പെണ്ണ എന്ന് കൊടുക്കാം അല്ലേ. ഇനി അടുത്ത ആക്ടിവിറ്റി ഫിൽ ഇൻ ദ കോളംസ് എന്നുള്ളതാണ്. റൈറ്റ് 19 ഇൻ ഡിഫറെൻറ്റ് വേസ്. 19 എന്നുള്ളത് പല രീതിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് 1 ടെൻസ്. 19 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 + 9 ആണ് 19 എന്ന് പറയുന്നത് അല്ലേ.
അപ്പോൾ ഇവിടെ ഒരു ടെൻസ് എന്ന് പറഞ്ഞു. ഇനി എത്രയാണുള്ളത്? 9 ആണ്. 9 വൺസ് ആണ് ഉള്ളത്. ഇനി ഇതിനെ 5 + 10. അപ്പോൾ 5ഉം 10 എത്രയാ? 5 + 10 എത്രയാണ് കൂട്ടുകാരെ? 10 + 5 എത്രയാണ്? 15. ഇനി എത്രയുണ്ട്? 15 കഴിഞ്ഞാൽ 16, 17, 18, 19, 4. അപ്പോൾ എത്ര കൊടുക്കണം? 4ഉം കൂടെ കൊടുത്താലാണ് 19 എന്ന് കിട്ടുക. ഇനി 20ൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യണം. 20ൽ നിന്ന് എത്ര സബ്സ്ട്രാക്ട് ചെയ്യണം? 19 കിട്ടണമെങ്കിൽ 1. അപ്പോൾ ഇവിടെ 1 എന്ന് എഴുതി കൊടുക്കുക. ഇനി ഇവിടെ പ്ലസ്സും അല്ലേ, 2 എണ്ണം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാം? വളരെ ഈസി ആയിട്ട് ഒരെണ്ണം കൊടുക്കാം അല്ലേ. 10 + 9 19. ഇനി ഈ 19ൽ എത്ര വൺസ് ഉണ്ട്? എത്ര വൺസാണ്? 19 വൺസ് ആണുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കൂട്ടുകാർ എഴുതി കൊടുക്കേണ്ടത്. വളരെ ഈസിയാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. തന്നിട്ടുള്ള നമ്പറിനെ ഇതേപോലെ ഒന്ന് ആദ്യം എഴുതി വെക്കുക, എന്നിട്ട് ഓരോന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ പേപ്പറാണ്. എല്ലാവർക്കും A+ തന്നെ കിട്ടട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.